ഒരു ചായയിൽ നിന്ന് തുടങ്ങാം അല്ലേ? സത്യത്തിൽ ഒരു ചായയിൽ നിന്ന് എത്രയെത്ര തീരുമാനങ്ങളും എത്രയെത്ര നല്ല ബന്ധങ്ങളുമാണ് ഉടലെടുത്തിട്ടുള്ളത് അല്ലേ? നമുക്കും ഇവിടെ ഒരു ചായയിൽ നിന്ന് തുടങ്ങാം. ലോകം ഓരോ ദിവസവും ഓരോ പുതിയ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരുപിടി യാത്രകൾ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുറേ നല്ല നിമിഷങ്ങൾ, പാതയോരത്തെ വെളിച്ചവും കസേരപ്പുറത്ത് മറന്നു വെച്ച പുസ്തകത്തിൻ്റെ മണവും, പ്രതീക്ഷകൾ നിറഞ്ഞ ഓരോ പ്രഭാതവും. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരു യാത്രയുടെ തുടിപ്പിൽ നിന്ന്, ഒരു ചായയുടെ നീർവാഴ്ചയിൽ നിന്ന്, ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു നിമിഷത്തിൻ്റെ ചിരിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓരോ പേജും ഓരോ കഥകളുടെ ആവർത്തനമോ ഓരോ കഥകളോ ആയിരിക്കും. അത് അവസാനിക്കുന്നിടത്ത് നിന്നാണ് ആ പേജുകളിലെ കഥകൾ നമ്മെ അലട്ടാൻ തുടങ്ങുന്നത്. പ്രകൃതിയുടെ സുന്ദര രൂപങ്ങൾ, മനുഷ്യബന്ധങ്ങളുടെ നനവുള്ള ഹൃദയങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും എല്ലാം ഇവിടെ ഒരുപാട് കഥകളായി പിറക്കും. ചില രാവുകൾ മങ്ങലായിരിക്കാം, പക്ഷേ ചില പ്രഭാതങ്ങൾ നമ്മെ തന്നെ അറിയാതെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിൽ ഒരിക്കൽ വീഴുന്ന ഒരു നല്ല വാക്ക് കാലങ്ങൾ കടന്നാലും നമ്മെ പിടിച്ചു നിർത്താറില്ലേ? അതും ഒരു പ്രതീക്ഷയായി ജീവിതത്തിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞു വരാറില്ലേ? കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ കിട്ടുന്ന സമാധാനവും സന്തോഷവും ആത്മസംതൃപ്തിയും ഒരിക്കലും വേറെ എവിടെ നിന്ന് കിട്ടുമെന്നും ആരിൽ നിന്ന് കിട്ടുമെന്നും എനിക്ക് തോന്നിയിട്ടില്ല. സ്വയം മനസ്സിലാക്കിയതിനേക്കാൾ വേറെ ആരാണ് നമ്മെ മനസ്സിലാക്കിയിട്ടുള്ളത്? ആദ്യം വേണ്ടത് നാം സ്വയം നമ്മെ തന്നെ സ്നേഹിക്കലാണ്, ബഹുമാനിക്കലാണ്. അതിലൂടെ മാത്രമേ കളങ്കമില്ലാതെ മറ്റൊരാത്മാവിനെ സ്നേഹിക്കാൻ കഴിയൂ. സ്വന്തത്തോട് നീതി പുലർത്താത്ത ഒരാൾക്കും മറ്റൊരാത്മാവിനോടും നീതി പുലർത്താനാവില്ല. സ്വയം സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാനും കഴിയട്ടെ. ഇത് ലൈഫ് സ്റ്റൈൽ വിത്ത് ഷാഹി. വെൽക്കം ടു മൈ ചാനൽ.